ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് കാസ്കേഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെപ്റ്റംബർ 13 റിലീസായ ഹിന്ദി മൂവി സെക്ടർ 36 ആണ്. വിക്രാന്ത് മാസി, ദീപക് സോവറിയ സ്റ്റാറും നന്നായി തകർത്തഭിനയിച്ച ഒരു ഒന്നാന്തരം ക്രൈം ത്രില്ലർ മൂവി. ഈ മൂവിയുടെ കഥ 2006 ഉത്തർപ്രദേശിൽ നടന്ന ഒരു സൈക്കോ കില്ലിങ്സിനെ ബേസ്ഡ് ആണ്. വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് എക്സ്പ്ലനേഷൻ. മൂവി സ്റ്റാർട്ടാകുന്നത് പ്രേം എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനിലാണ്. ഒരു വലിയ ഫാം ഹൗസിൽ എക്സ്പെൻസീവായ ഗൗണൊക്കെ ഇട്ട് കോൻ ബനേക കരോർപതിയുടെ TV ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രേം. ആ ഷോയിൽ കണ്ടസ്റ്റൻസിനോട് ചോദിച്ചിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും പ്രേമിന് അറിയാമായിരുന്നു. പ്രേമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് ഭാര്യയും കുട്ടിയുണ്ട്. അവർ രണ്ടുപേരും അയാളുടെ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഈ ഫാം ഹൗസിലെ ജോലിക്കാരനാണ് പ്രേം. ആ ഫാം ഹൗസിൻ്റെ ഓണർ ഇപ്പോൾ സ്ഥലത്തില്ല. അയാൾ സിറ്റിയിലാണ് താമസിക്കുന്നത്. മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ അയാൾ ഇവിടെ വിസിറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പ്രേം അവിടെ ലാവിഷായിട്ട് ജീവിക്കുകയാണ്. പ്രേമിന് അയാളുടെ വൈഫിൻ്റെ കോൾ വരുന്നു. വൈഫിനോട് സംസാരിച്ചുകൊണ്ട് അയാൾ വാഷ്റൂമിനുള്ളിലേക്ക് പോകുന്നു. വാഷ്റൂമിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അയാൾ ആ ഡെഡ് ബോഡി പീസായിട്ട് അരിഞ്ഞു മാറ്റുന്നു. അതിൽ നിന്ന് കുറേ മാംസം അയാൾ കഴിക്കുന്നുമുണ്ട്. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന പോലീസ് ഇൻസ്പെക്ടറെ കാണാം. അയാളുടെ പേര് രാം ചരൺ പാണ്ഡ്യ എന്നാണ്. ഈ പോലീസുകാരൻ വലുതായിട്ട് പണിയൊന്നും എടുക്കത്തില്ല, പക്ഷെ കൈക്കൂലിയൊക്കെ വാങ്ങുകയും ചെയ്യും. മകളെ കാണാനില്ല എന്ന് പറഞ്ഞ പരാതി കൊടുക്കാൻ വേണ്ടി ഒരാൾ അവിടേക്ക് വരുന്നു. പാണ്ഡ്യയോട് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും പാണ്ഡ്യ പറയുന്നു ആ പെൺകുട്ടി ആരുടെയും കൂടെ ഒളിച്ചോടി പോയതായിരിക്കും. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതിക്കാതെ അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. പോകുന്നതിന് മുമ്പ് മിസ്സിംഗ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ പിൻ ചെയ്ത് വെക്കാൻ പറയുന്നു. എന്നാൽ നോട്ടീസ് ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു അവിടെ ഒരുപാട് മിസ്സിംഗ് കേസസ് ഇതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2 കാര്യം മനസ്സിലാകുന്നു. ഒന്നാമത്തത്, പോലീസുകാർ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ല. രണ്ടാമത്തത്, ഈ മിസ്സിംഗ് ഇവിടുത്തെ നോർമൽ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ആ പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് സൂമിൻ ആകുന്നു. ഈ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് പ്രേം അരിഞ്ഞു മാറ്റിയത് ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയായിരുന്നു. അടുത്ത സീനിൽ സ്ലമ്മിനടുത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളെ നമുക്ക് കാണാം. ബോൾ ഓടയിലേക്ക് പോകുന്നതിനെ തുടർന്ന് ആ കുട്ടി ബോൾ എടുക്കാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് ഒരു മനുഷ്യന്റെ കൈ അവന് കാണാൻ സാധിക്കുന്നു. കുറച്ച് സമയത്തിനകം പാണ്ഡ്യയും പോലീസും അവിടേക്ക് എത്തുന്നു. ആ സ്ലമ്മിനടുത്ത് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അതിനുള്ളിലുള്ള ഏതെങ്കിലും ജീവിയായിരിക്കും ഇത് ചെയ്തതെന്ന് പോലീസുകാർ പറയുന്നു. പോലീസുകാർ എല്ലാം പരിശോധിക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് അവിടുന്ന് സ്ഥലം വിടുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ട് ദൂരെ ഒരു പ്ലേസിൽ നിൽക്കുന്ന പ്രേമിനെ നമുക്ക് കാണാം. ഈ സ്ലം ഏരിയയും പോലീസുകാർ നിൽക്കുന്നതെല്ലാം ഈ ഫാം ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പ്ലേസിൽ തന്നെയാണ്. പോലീസുകാർ അവിടേക്ക് വരുന്നതും അവർ കാണിക്കുന്ന കാട്ടിക്കൂട്ടലും എല്ലാം തന്നെ ഫാം ഹൗസിലിരുന്ന് പ്രേം കാണുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ രാത്രി ആയിട്ടുണ്ട്. ആ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ബോൾ എടുക്കാൻ പോയ പെർട്ടിക്കുലർ ബോയ് അവൻ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിലായിട്ട് പ്രേം നിപ്പുണ്ട്. പ്രേം അവന് കുറച്ച് ചോക്ലേറ്റ് തരാമെന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് എവിടേക്കോ പോകുന്നു. അടുത്ത സീനിൽ കൈ രണ്ടും കെട്ടിയിട്ടിരിക്കുന്ന ആ കുട്ടിയെ നമുക്ക് കാണാം. പ്രേം അവനെ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് അബ്യൂസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇത് പ്രേമിൻ്റെ സ്ഥിരം പണിയാണ്. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് അബ്യൂസ് ചെയ്ത് അതിൻ്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും അതിൽ നിന്നുള്ള മാംസം കഴിച്ചതിന് ശേഷം എവിടെയെങ്കിലും അത് വലിച്ചെറിയുകയും ചെയ്യുന്നത്. പ്രേം അവൻ്റെ വിക്ടിംസായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട കുട്ടികളെ മാത്രമായിരുന്നു. പ്രേമിന് നന്നായി അറിയാമായിരുന്നു ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയ ചോദിക്കാനും പറയാനും ആരും വരില്ലെന്ന്. അവിടുന്ന് കട്ടായിട്ട് ഫ്ലാഷ് ബാക്കിലുള്ള പ്രേമിൻ്റെ ചൈൽഡ്ഹുഡ് സ്റ്റോറി നമുക്ക് കാണാം. ഫ്ലാഷ് ബാക്കിൽ കുട്ടിയായിട്ടുള്ള പ്രേമിനെയും അവൻ്റെ അമ്മാവനെയും നമുക്ക് കാണാം. പ്രേമിൻ്റെ അമ്മാവനാണെങ്കിൽ ഒരു കശാപ്പുകാരനായിരുന്നു. അയാൾ എന്നും അയാളുടെ കട പൂട്ടിയതിന് ശേഷം പ്രേമിനെ അബ്യൂസ് ചെയ്യുമായിരുന്നു. അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സഹിക്കാൻ വയ്യാതായപ്പോഴത്തേക്കും പ്രേം അവൻ്റെ അമ്മാവനെ കൊന്നുകളഞ്ഞു. അയാളെ കൊന്നതിന് ശേഷം അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു പീസ് മാംസം എടുത്ത് അവൻ കഴിക്കുന്നു. അവിടുന്ന് കട്ടായിട്ട് പ്രസൻറ്റ് ടൈമിൽ വീണ്ടും നമുക്ക് സ്റ്റോറി കാണാം. പ്രേം ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബോക്സ് എടുക്കുന്നു. ആൻഡ് ഛോട്ടാലാൽ എന്ന് പറയുന്ന ഒരാളെ കാണാൻ ചെല്ലുന്നു. അയാൾക്ക് ആ ബോക്സ് കൈമാറുന്നു. ഈ ഛോട്ടേലാൽ ഒരു ആശുപത്രിയിലെ കോമ്പൗണ്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വെച്ച് നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നു. ഈ കുട്ടികളെ കൊന്നതിന് ശേഷം അവരുടെ അറുത്തുമാറ്റിയ ശരീരഭാഗങ്ങൾ പോളിത്തീൻ കവറിലിട്ടിട്ട് ഏതെങ്കിലും ഒരു ബ്രിഡ്ജിലോ ഓടയിലോ കൊണ്ടാണ് പ്രേം കളഞ്ഞുകൊണ്ടിരുന്നത്. അവിടുന്ന് കട്ടായിട്ട് ഫാം ഹൗസിൻ്റെ യഥാർത്ഥ ഓണറായിട്ടുള്ള മുംബൈയിൽ താമസിക്കുന്ന ബസ്സി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെ നമുക്ക് കാണാം. അയാളും കുറച്ച് കുഴപ്പക്കാരനായിട്ടുള്ള ആളാണ്. അയാളുടെ പേരക്കുട്ടിയോട് പറയുന്നു ഞാൻ നിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാമെന്ന്. ആ കുട്ടിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നു വേണ്ട, അമ്മ വന്നിട്ട് മതിയെന്ന്. ഈ സമയം ബസ്സിയുടെ വൈഫ് അവിടേക്ക് വരുന്നു. അവരെ കണ്ടതും ബസ്സി നോർമലായിട്ട് ആക്ട് ചെയ്യുന്നു. അയാൾ ഒന്നും സംഭവിക്കാത്ത പോലെ അവിടുന്ന് വെളിയിലേക്ക് വന്നിട്ട് പ്രേമിനെ കോൾ ചെയ്യുന്നു. ആൻഡ് പ്രേമിനോട് പറയുന്നു നാളേക്ക് അയാൾ ഫാം ഹൗസിലേക്ക് വരുന്നുണ്ട്. ആൻഡ് നാളെ വൈകുന്നേരത്തേക്ക് ചുംകിയെ അവിടേക്ക് വിളിച്ചോളൂ. ഈ ചുംകി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. എന്തായാലും നമുക്ക് പ്രേമിനെ കാണാം. നാളേക്ക് ബസ്സി എവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും പ്രേമിന് അതിൻ്റേതായിട്ടുള്ള ഒരു പേടിയോ ഭയമോ ഒന്നുമില്ലായിരുന്നു.
ഇത്രയും വർഷങ്ങളായിട്ട് നിരവധി പെൺകുട്ടികളെ ആ ഫാം ഹൗസിൽ വെച്ച് അവൻ കൊല്ലുകയുണ്ടായിട്ടുണ്ട്. ഇതുവരെ ഒരു പ്രാവശ്യം പോലും പ്രേം പിടിക്കപ്പെട്ടിട്ടില്ല, എന്തിനേറെ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ അവൻ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരുന്നു. ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ അവൻ അവിടെ കിടന്നുറങ്ങുന്നു. അവിടെ നിന്ന് കട്ടായിട്ട് ആ ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദസറ ഉത്സവം നമുക്ക് കാണാം. അവിടെ ഒരു നാടകമോ ബാലയോ എന്തോ നടക്കുന്നുണ്ട്. അവിടെ രാവണനായിട്ട് വേഷം കെട്ടുന്നത് നമ്മുടെ ആ പോലീസുകാരനാണ് പാണ്ഡെ. അയാളെ കാണാൻ വേണ്ടി നമ്മൾ ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഗ്രാമവാസി വരുന്നു. അയാളുടെ കയ്യിൽ അയാളുടെ കാണാതായ മകളുടെ മിസ്സിംഗ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അയാൾ പാണ്ഡ്യയെ വന്ന് കണ്ടിട്ട് അയാളോട് പറയുന്നു അയാളുടെ മകൾ ഇതുവരെ തിരിച്ചു വന്നില്ല. ഇത്രയും ദിവസമായിട്ട് പോലീസ് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല ആൻഡ് മകളെ കണ്ടെത്തുകയും ചെയ്തിട്ടില്ല. പാണ്ഡ്യയുടെ മോൾക്കായിരുന്നു ഈ ഗതി വന്നെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നും ചോദിക്കുന്നു. സ്വന്തം മകളിലേക്ക് പോയിന്റ് ചെയ്യുന്ന കണ്ടിട്ട് പാണ്ഡ്യയ്ക്ക് ദേഷ്യം വരുന്നു. പാണ്ഡ്യ അയാളോട് പറയുന്നു കേസും കാര്യങ്ങളും എല്ലാം പോലീസ് സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കും സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ലൈഫുണ്ട് ആൻഡ് എൻ്റെ മകളെപ്പറ്റി താൻ ഒരു അക്ഷരം പോലും പറഞ്ഞു പോകരുത്. ഇതും പറഞ്ഞ് അയാളോട് അവിടുന്ന് പോകാൻ പറയുന്നു. ആ ഉത്സവം കാണാൻ വേണ്ടി അവിടേക്ക് പ്രേമും വന്നിട്ടുണ്ടായിരുന്നു. പ്രേം വന്നത് ഉത്സവം കാണാൻ വേണ്ടി മാത്രമല്ല, അവൻ്റെ അടുത്ത ഇരയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. അവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടാതിരിക്കാൻ വേണ്ടി രാവണൻ്റെ ഒരു ഫേസ് മാസ്കും അവൻ ധരിച്ചിട്ടുണ്ട്. വിക്ടിമിനെ അന്വേഷിച്ച് നടക്കുന്ന പ്രേമിന് അവിടെ ഒരു പെൺകുട്ടിയെ കിട്ടുന്നു ആൻഡ് അവളെ ബോധം കെടുത്തി അവൻ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നോക്കുന്നു. അതാ പോലീസുകാരൻ പാണ്ഡ്യയുടെ മകളായിരുന്നു. മകളെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ട് പാണ്ഡ്യ പുറകെ ചെല്ലുന്നു. പാണ്ഡ്യ പുറകെ വരുന്ന കണ്ട് കൊച്ചിനെ താഴെയിട്ടിട്ട് പ്രേം ഓടുന്നു. പ്രേം പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമ്പം അവിടുന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഛോട്ടലാൽ അയാളുടെ ആംബുലൻസുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രേം ഓടുന്നതും പുറകെ പാണ്ഡ്യ വരുന്നതും എല്ലാം കണ്ട് ഛോട്ടലാണെങ്കിൽ പ്ലേറ്റ് മാറ്റുന്നു. അയാൾ പാണ്ഡ്യയോട് പറയുന്നു, അയ്യോ മോൾക്ക് എന്താ പറ്റിയേ, മോളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം. പാണ്ഡ്യയാണെങ്കിൽ പ്രേമിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്നു. ഏതൊക്കെയോ പോയിന്റിൽ വെച്ചിട്ട് പ്രേം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി പാണ്ഡ്യ ഒരു പാഠം പഠിച്ചു. ഇന്ന് അയാളുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് അയാളുടെ മോളെ ആരോ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. അയാളുടെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിരവധി കേസുകളിൽ ഒരെണ്ണം പോലെ. പാണ്ഡ്യ ഇതോടുകൂടി ഒരുപാട് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അയാൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യാത്തതിൻ്റെ പേരിലും അത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന പേരൻസിനോട് മോശമായിട്ട് പെരുമാറിയതിൻ്റെ പേരിലും. അവിടെ നിന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ നമുക്ക് വിവാൻ എന്ന് പറയുന്നൊരു ബോയിയെ കാണാം. ഇവൻ്റെ പേരൻസ് അത്യാവശ്യം റിച്ചാണ്. ആ നഗരത്തിലെ ബിസിനസ് മാഗ്നറ്റ്സിൽ ഒരാളുടെ മകനാണ് വിവാൻ. സ്കൂൾ ബസ്സിലേക്ക് കയറാൻ പോകുന്ന വിവാനെ ആരോ കിഡ്നാപ്പ് ചെയ്യുന്നു, അതും അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച്. അവിടുന്ന് കട്ടായിട്ട് മിസ്സിംഗ് കേസസ് എല്ലാം സീരിയസ് ആയി എടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പാണ്ഡ്യയെ നമുക്ക് കാണാം. മൂവിയുടെ ഫസ്റ്റ് സീനിൽ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് എഴുതിപ്പിക്കാൻ വേണ്ടി വന്ന ആ അച്ഛനെ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് ചുംകി എന്നാണ്. ചുംകിയുടെ ഫാദർ പറയുന്നു അവസാനമായിട്ട് ചുംകിയെ കണ്ടത് ഒരു ഓട്ടോക്കാരനാണ്. അയാൾ ബിൽഡിംഗ് B5 ഫ്രണ്ടിലായിട്ട് അവളെ ഇറക്കി വിട്ടിരുന്നു. സാധാരണയായിട്ട് അവിടെ ഇറങ്ങി അവൾ നടന്നാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. നമുക്ക് സെൻസേഷണലൈസ് ആകുന്ന വിവാൻ്റെ മിസ്സിംഗ് കേസ് നമുക്ക് കാണാം. വിവാൻ്റെ ഫാമിലി പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പോലീസ് നല്ല തെരച്ചിലാണ് വിവാന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത്. ചുംകിയുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി പാണ്ഡ്യയെ ആ പറഞ്ഞ ബിൽഡിംഗ് B5 ഫ്രണ്ടിലെത്തുന്നു. ഡോറ് നോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോറ് വന്ന് തുറക്കുന്നത് മറ്റാരുമല്ല, പ്രേമാണ്. ആ ബിൽഡിങ് പ്രേം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഫാം ഹൗസാണ്. പ്രേം ഒരു പാവത്തിനെ പോലെ പാണ്ഡ്യയോട് സംസാരിക്കുന്നു. ഈ സമയം ഫാം ഹൗസിൻ്റെ ഓണറായിട്ടുള്ള ബസ്സി അവിടെ ഉണ്ടായിരുന്നു. ബസ്സിയെ പാണ്ഡ്യ ചെന്ന് കാണുന്നു ആൻഡ് ബസ്സിയോട് ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യുന്നു. എന്നാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ ബസ്സിയാണെങ്കിൽ അയാളുടെ കണക്ഷൻസിനെ പറ്റി പറയുന്നു. കമ്മീഷണറും ബസ്സിയും ഒരുമിച്ചാണ് പഠിച്ചതെന്നും ഹോം മിനിസ്റ്ററുടെ മകനുമായിട്ട് അയാൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും ഒക്കെ പറയുന്നു. ഈ സമയം പാണ്ഡ്യയ്ക്ക് പുറകെ ചുംകിയുടെ ഫാദറും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അയാളാണെങ്കിൽ ബസ്സിയെ കാണുമ്പോൾ തന്നെ ഒച്ചയിടാൻ വേണ്ടി തുടങ്ങുന്നു. ചുംകിയെ ബസ്സി ഉപദ്രവിച്ചുവെന്നും അവളെ കൊന്നു കളഞ്ഞതും ബസ്സിയാണെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട ബസ്സി പറയുന്നു തനിക്ക് നേരത്തെ തന്നെ പണം തന്നിരുന്നതാണല്ലോ എന്ന്. ഇവിടെ വെച്ച് പാണ്ഡ്യയ്ക്ക് മനസ്സിലാകുന്നു FIR റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചുംകിയുടെ ഫാദർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ്. ആക്ച്വലി ചുംകി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് ആൻഡ് അയാളുടെ ഫാദറിന് ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യായിരുന്നു. ഇത് മനസ്സിലായപ്പോൾ തന്നെ പാണ്ഡ്യ ചുംകിയുടെ ഫാദറിനിട്ട് 2 കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട ബസ്സിയാണെങ്കിൽ പാണ്ഡ്യയുടെ സീനിയറും അയാളുടെ ഫ്രണ്ടുമായിട്ടുള്ള കമ്മീഷണറെ കോൾ ചെയ്യുന്നു ആൻഡ് കമ്മീഷണർ അപ്പം തന്നെ പാണ്ഡ്യയോട് അയാളുടെ ഓഫീസിലേക്ക് വരാൻ പറയുന്നു. പോരാത്തിന് തൽക്കാലത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അടുത്ത സീനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാണ്ഡ്യയെയും കമ്മീഷണറെയും നമുക്ക് കാണാം. കമ്മീഷണർ ക്ലിയർ ആയിട്ട് പറയുന്നു ബസ്സിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആൻഡ് ഈ മിസ്സിംഗ് കേസിനെ പറ്റി പാണ്ഡ്യയ്ക്ക് അന്വേഷിക്കണമെന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സെൻസേഷണലൈസ്ഡ് ആയിട്ടുള്ള മറ്റൊരു കേസുണ്ട്, വിവാൻ്റെ മിസ്സിംഗ് കേസ്. ആ കേസ് ഏറ്റെടുത്തോളൂ എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ തനിക്ക് ഈ ഫീൽഡിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് കട്ടായിട്ട് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന പാണ്ഡ്യയെ നമുക്ക് കാണാം. ഈ സമയം മറ്റു പോലീസുകാരെല്ലാം ചേർന്ന് ചുംകിയെ ആ ബിൽഡിങ്ങിൽ കൊണ്ടുവിട്ടിരുന്ന ഓട്ടോറിക്ഷക്കാരനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷക്കാരൻ്റെ മൊഴിയും അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചുംകിയുടെ ഫോണും ഒക്കെ ആയിട്ട് പാണ്ഡ്യയാണെങ്കിൽ റിപ്പോർട്ട് കേസ് ഫയൽ ചെയ്യുന്നു ആൻഡ് ഫൈനൽ റിപ്പോർട്ടുമായിട്ട് കമ്മീഷണർ ചെന്ന് കാണുന്നു.
പാണ്ഡ്യ പറയുന്നു ചുംകി അവളുടെ കസ്റ്റമേഴ്സിനെ കാണാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും മിക്കവാറും ഈ ഓട്ടോയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ചുംകിയെ കാണാതാകുന്ന ദിവസം ഈ ബിൽഡിംഗ് B5-ലാണ് ചുംകിയെ അവസാനമായിട്ട് ഓട്ടോക്കാരൻ ഇറക്കി വിട്ടത്. ചുംകിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവിടേക്ക് റിക്ഷക്കാരൻ വരുമ്പോഴത്തേക്കും ഡോർ തുറന്ന് ഇറങ്ങി വരുന്നത് പ്രേമാണ്. പ്രേം ചുംകിയുടെ ഫോൺ എടുത്ത് റിക്ഷക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ ഫോൺ നശിപ്പിച്ചേക്കാൻ പറയുന്നു. ആൻഡ് ഈ സംഭവം നടക്കുന്ന ദിവസം ബസ്സി ആ ഫാം ഹൗസിൽ ഇല്ലായിരുന്നു താനും. അതുകൊണ്ട് തന്നെ പാണ്ഡ്യ പറയുന്നു പ്രേമിനാണ് അയാൾക്ക് സംശയം എന്ന്. പ്രേമിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള പെർമിഷൻ ചോദിക്കുന്നു. കമ്മീഷണറാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അയാൾ പറയുന്നു തന്നോട് പറഞ്ഞതല്ലേ ഈ കേസിനെ പറ്റി അന്വേഷിക്കേണ്ടെന്ന്. ഇതേ തുടർന്ന് പാണ്ഡ്യ സസ്പെൻഷനിലാകുന്നു. ഇത്രയും കുട്ടികളും മിസ്സായിട്ടും മീഡിയയോ ഗവൺമെൻറ്റോ ഇതിനെതിരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പക്ഷേ ഈ വിവാൻ എന്ന് പറയുന്ന കുട്ടിയുടെ മിസ്സിംഗ് കേസ് മാത്രം ഒരുപാട് ഊർജ്ജസ്വലതയോടുകൂടിയാണ് ഗവൺമെൻറ്റും മീഡിയയും പോലീസും എല്ലാം അന്വേഷിച്ചിരുന്നത്. കമ്മീഷണർ മീഡിയയോട് പറയുന്നു 2 ദിവസത്തിനകം വിവാൻ്റെ കേസ് തെളിയും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു സൈഡിൽ നിൽക്കുന്ന പാണ്ഡ്യയെ നമുക്ക് കാണാം. സസ്പെൻഷനിലായെങ്കിൽ കൂടി പാണ്ഡ്യയാണെങ്കിൽ പ്രേമിനെ സീക്രട്ടായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ബസ്സിയെ ഫോളോ ചെയ്തു പോയ പാണ്ഡ്യയ്ക്ക് ഛോട്ടാലാലിനെയും ബസ്സിയെയും ഒരുമിച്ച് കാണാൻ പറ്റുന്നു. ഛോട്ടാലാലാണ് ആ ആംബുലൻസുകാരനെന്ന് അയാൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. ബസ്സി പിന്നെയും മാസത്തിൽ 1-2 പ്രാവശ്യം ആ ഫാം ഹൗസിലേക്ക് വരുന്നു. അയാളുടെ ഫാമിലി മുഴുവൻ സിറ്റിയിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ 1-2 ദിവസം അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ ഇവിടേക്ക് വരുമായിരുന്നു. ആൻഡ് ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ബസ്സിയും പ്രേമും ഷൂട്ടും ചെയ്തിരുന്നു. പാണ്ഡ്യയും അയാളുടെ വിശ്വസ്തനായിട്ടുള്ള ജൂനിയർ ഇൻസ്പെക്ടറും ചേർന്ന് ആ ആംബുലൻസുകാരൻ ഛോട്ടാലാലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. 4 അടി കൊണ്ട് കഴിഞ്ഞപ്പം ഛോട്ടാലാൽ സത്യം പറയുന്നു. പ്രേം കുട്ടികളുടെ ഓർഗൻസാണ് അയാൾക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നത്. പ്രേം കൊന്നുകളയുന്ന കുട്ടികളുടെ എല്ലാം ബോഡി കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഓർഗൻസ് റിമൂവ് ആക്കി വിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പാണ്ഡ്യ ഇതെല്ലാം ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും ചാർജ് ഏറ്റെടുക്കുന്ന പാണ്ഡ്യയെ നമുക്ക് കാണാം. ഇത്രയും സമയം കൊണ്ട് കമ്മീഷണർ സ്ഥലം മാറിപ്പോകുന്നു. ആൻഡ് കമ്മീഷണർ ജൂനിയറാണ് ഇപ്പം കറൻ്റ്ലി ആക്ടിനായിട്ടുള്ള കമ്മീഷണർ. എന്നാൽ ട്രാൻസ്ഫറായി പോകുന്നതിനിടയിൽ കമ്മീഷണർ പാണ്ഡ്യയുടെ ആ ജൂനിയർ ഇൻസ്പെക്ടറിനെ വിളിക്കുന്നു. ആൻഡ് അയാളോട് പറയുന്നു തനിക്ക് ഈ ജോലിയിൽ മുന്നോട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സത്യം എന്നോട് പറഞ്ഞേ പറ്റൂ. പാണ്ഡ്യ ബസ്സിക്ക് എഗനസ്റ്റായിട്ട് എന്തെല്ലാമാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പാണ്ഡ്യ സസ്പെൻഷനിലായിരുന്നുകൊണ്ട് ഛോട്ടാലാലിനെ ഒരു ഗോഡൗണിലാണ് പൂട്ടിയിട്ടിരുന്നത്. അവിടേക്ക് കുറേ ഗുണ്ടകൾ വന്നിട്ട് ഛോട്ടാലാലിനെയും കൊണ്ട് പോകുന്നു. എന്നാൽ ഇതൊന്നും അറിയാത്ത പാണ്ഡ്യയാകട്ടെ പുതുതായിട്ട് ചാർജ് എടുക്കാമെന്ന കമ്മീഷണറോട് കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് ഛോട്ടാലാലിനെ കാണിക്കാൻ വേണ്ടി ഗോഡൗണിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ ഛോട്ടാലാലില്ല. പാണ്ഡ്യയ്ക്ക് മനസ്സിലാക്കുന്നു അയാളുടെ ജൂനിയർ ഇൻസ്പെക്ടറാണ് അയാളെ ചതിച്ചതെന്ന്. എന്നാൽ ഇതെല്ലാം കണ്ട കമ്മീഷണർക്ക് തോന്നുന്നു പാണ്ഡ്യ പറയുന്നതെല്ലാം സത്യമാണെന്ന്. അയാൾ പ്രേമിനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അപ്രൂവൽ കൊടുക്കുന്നു. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് പ്രേമിനെ കാണാം. പ്രേമിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എന്നാൽ പ്രേമിന് കുറച്ചുപോലും ടെൻഷനോ പേടിയോ ഒന്നുമില്ലായിരുന്നു. അവനെ കണ്ടാത്തൊന്നും അവനേത് ഡേറ്റിനാണ് വന്നതെന്ന്. പ്രേമിന് തോന്നുന്നത് ദസറയുടെ ഫംഗ്ഷന് വെച്ച് പാണ്ഡ്യയുടെ മകളെ അവൻ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയതുകൊണ്ടാണ് പാണ്ഡ്യ അവൻ്റെ പുറകെ നടന്ന് അവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നാണ്. പാണ്ഡ്യയെ കാണുമ്പോൾ തന്നെ അയാളുടെ കാല് പിടിച്ച് പ്രേം പറയുന്നു നിങ്ങളുടെ മോളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയത്. അറിയാതെ ചെയ്തു പോയതാണ്, എന്നോട് അതിൻ്റെ പേരിൽ ദേഷ്യമൊന്നും തോന്നരുത്. പോരാത്തതിന് കോൺബനിക കരോർപ്പതിയുടെ ഷോർട്ട് ടൈമിങ് ആകുന്നുണ്ട്, എന്നെ ഇവിടുന്ന് വിടുവരുന്നുണ്ട് ഉപകാരമായിരുന്നു. എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ചോദിച്ചിട്ട് സാർ എന്നെ ഒന്ന് വിടണം. പാണ്ഡ്യ ചോദിക്കുന്നു നിനക്ക് ചുംകിയെ അറിയാവോ? പ്രേം പറയുന്നു ചുംകിയെ എനിക്കറിയാം, കഴുത്ത് ഞെരിച്ച് അവളെ കൊന്നു കളഞ്ഞത് ഞാനാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന പാണ്ഡ്യയും സീനിയർ ഓഫീസറും ഒന്ന് ഞെട്ടുന്നു. പ്രേം പറയുന്നു അന്ന് എന്താ സംഭവിച്ചതെന്നറിയാവോ? പാപ്പാജി അന്ന് അവിടേക്ക് വന്നില്ലായിരുന്നു. ആ ഫാം ഹൗസിൻ്റെ ഓണർ ബസ്സിയെ പ്രേം പാപ്പാജി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പാപ്പാജി വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അയാൾ വന്നില്ല. അപ്പം ഞാൻ കസ്റ്റമർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ചുംകിയെ കോൾ ചെയ്തു. അവളോട് ഫാം ഹൗസിലേക്ക് വരണമെന്നും പാപ്പാജി അവിടെ ഉണ്ടെന്നും പറഞ്ഞു. ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം അവൾ പാപ്പാജിയുടെ കൂടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നെ ചിരിച്ചു കാണിച്ചിട്ടുമുണ്ട്. അവൾക്ക് ഞാൻ ചായയും മദ്യവും ഒക്കെ കൊടുത്തു. പക്ഷേ പാപ്പാജിയെ കാണാതെ അവൾ അവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുന്നു. അവളുടെ എടുപ്പിലും നടപ്പിൽ നിന്നും വ്യക്തമായിരുന്നു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ പാപ്പാജി ഇല്ലെന്ന് കണ്ടിട്ട് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഞാൻ അവളോട് പറഞ്ഞു നീയും പാപ്പാജിയായിട്ടുള്ള ബിസിനസ് എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, അതിലെനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ നിനക്ക് എന്നെ ഇഷ്ടമാണെന്നും എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചതെന്ന്. ഞാനിത് പറഞ്ഞതും അവൾ എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചു. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നും പറഞ്ഞ് എന്നെ കളിയാക്കി, എന്നെ ഭിക്ഷക്കാരെന്നും വേലക്കാരെന്നും ഒക്കെ പറഞ്ഞു. അവൾ എന്തായാലും ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. ഇതും പറഞ്ഞ് ഞാൻ അവൾക്ക് പൈസ എടുത്തു കൊടുത്തു. അവൾ ഈ സമയം ആ പൈസ എൻ്റെ മുഖത്തെറിഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് അവളെ അഫോർഡ് ചെയ്യാൻ പറ്റില്ലെന്ന്. അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. അവൾക്കറിയില്ല ഞാൻ ആരാണെന്ന്. എന്നെ ഉപദ്രവിക്കാൻ നോക്കിയവരൊന്നും ഇന്ന് ജീവനോടെയില്ല. എൻ്റെ അമ്മാവൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയിരുന്നു. അയാൾക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും അവൾക്കറിയില്ല. അവളുടെ നോട്ടവും ഭാവവും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് എന്നെ ഇഷ്ടമായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡീൽ വെച്ചത്. ഞാൻ അങ്ങനെയൊന്ന് പറഞ്ഞെന്നും വെച്ച് അതിൻ്റെ പേരിൽ അവൾക്ക് എന്നെ അപമാനിക്കാനൊന്നും പറ്റില്ല. ആ ദേഷ്യത്തിന് ഞാൻ അവളെ അങ്ങ് കൊന്നുകളഞ്ഞു. അവൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്താ, അവൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളെ അബ്യൂസ് ചെയ്തു. പിന്നെ പാപ്പാജി അവിടെ ഉണ്ടല്ലോ, എന്തെങ്കിലും ലീഗലായിട്ട് കാര്യങ്ങൾ വന്നാലും പാപ്പാജി നോക്കിക്കോളൂ.
പ്രേം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചുംകിയെ എങ്ങനെയാണ് കൊന്നതെന്നും അവളുടെ ബോഡി എങ്ങനെയാണ് നശിപ്പിച്ചതെന്നും പാണ്ഡ്യയോട് പറയുന്നു. പാണ്ഡ്യ ചോദിക്കുന്നു, നീ ഈ കൊല്ലുന്നവരുടെ എല്ലാം ഓർഗൻസ് റിമൂവ് ചെയ്ത് ഛോട്ടാലാലിനെ വിറ്റിരുന്നു അല്ലേ? പ്രേം പറയുന്നു, ഇവരെയെല്ലാം കൊന്നതിന് ശേഷം അവരുടെ ശരീരങ്ങൾ പല ഭാഗങ്ങളായിട്ട് മുറിക്കും. അതിൽ നിന്ന് കുറേ മാംസം ഞാൻ കഴിക്കുകയും ചെയ്യും. പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല. അപ്പം ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഛോട്ടാലാലിനെ പരിചയപ്പെടുന്നത്. അവൻ വഴി ഞാൻ ഓർഗൻസ് വിൽക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം അതിലൂടെ എനിക്ക് പൈസയും കിട്ടും. അവിടെ ഉണ്ടായിരുന്ന പാണ്ഡ്യയുടെ സീനിയർ മുന്നോട്ട് കയറി വന്നിട്ട് പ്രേമിനോട് ചോദിക്കുന്നു, മാംസം കഴിക്കാമെന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രേം പറയുന്നു, അതെന്താണെന്നറിയാവോ സാറേ, ഞാൻ ആദ്യമായിട്ട് കൊല്ലുന്നത് എൻ്റെ അമ്മാവനെയാണ്. അമ്മാവനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാംസം ഞാൻ ശകലം രുചിച്ചു നോക്കി. ആ രുചി എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയില്ല, എല്ലാ രാത്രിയിലും എനിക്ക് ആരുടെയെങ്കിലും മാംസം കഴിക്കണം. അതും മനുഷ്യൻ്റെ കഴിച്ചാലേ അങ്ങ് തൃപ്തി വരും. ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഏകദേശം 1 വർഷത്തോളം എന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് മാംസം കഴിക്കാതെ ഇരുന്നു. പക്ഷെ അതെൻ്റെ തലയ്ക്ക് പിടിച്ചിരുന്നു. എനിക്കതാണ്ട് വട്ടുപോലെ തോന്നുക. മനുഷ്യൻ്റെ മാംസം കഴിക്കാതെ ഞാൻ മരിച്ചു പോകുന്നു തോന്നുന്ന ഒരു സമയത്ത് ഞാൻ ഒരാളെ കൊന്ന് പിന്നെയും മാംസം കഴിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് എൻ്റെ സംതൃപ്തി എന്ന്. എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഇപ്പം ഞാനൊരു 19-20 കുട്ടികളെ കൊന്ന് അവരുടെ മാംസം കഴിച്ചിട്ടുണ്ട്. സാർ, ചോദിക്കാനുള്ളതെന്ന് പെട്ടെന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആ കോൺബനേക്ക കരോർ പ്രതീക്ഷയോടെ ടൈം ആകുന്നുണ്ട്. എനിക്ക് പോയിട്ട് വേണം അത് കാണാൻ വേണ്ടി. ഇതെല്ലാം കേട്ട പാണ്ഡ്യയ്ക്ക് ദേഷ്യം വരുന്നു. അയാൾ പ്രേമിനെ തല്ലിയിട്ട് ചോദിക്കുന്നു, നീ എന്തിനാടാ കുട്ടികളെല്ലാം കൊന്നു കളഞ്ഞാന്ന്? പ്രേം ഈ സമയം പറയുന്നു, സാർ, ഞാൻ നിങ്ങളുടെ മകളെ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പാണ്ഡ്യ ചോദിക്കുന്നു, എൻ്റെ മകളും നീ കൊന്നിട്ടുള്ള കുട്ടികളുമായിട്ട് എന്താണ് വ്യത്യാസം? പ്രേം പറയുന്നു, സാർ, സാറിൻ്റെ കുട്ടിയും ആ സ്ലമ്മിലുള്ള കുട്ടികളുമായിട്ട് എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട്? ആ സ്ലമ്മിലുള്ള കുട്ടികളെയൊക്കെ ആര് നോക്കാൻ വേണ്ടിയാണ്? അവർക്ക് എന്ത് സംഭവിച്ചാലും ആരാണ് ചോദിക്കാനും പറയാനും ഉള്ളത്? ആ ചേരി പ്രദേശത്താണ് ഇവർ ജനിച്ചു വീഴുന്നത്. അവിടെ നിന്ന് കുറേ കാലം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കും. അതിനുശേഷം ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ജോലിക്കാരായിട്ട് നിൽക്കും. അവരുടെ ആട്ടും തുപ്പും കേട്ടൊരു ജീവിതം നയിക്കും. അതിൻ്റെ അവസാനം അവരും കുറേ കുട്ടികളെ ഉണ്ടാക്കും. ഇവരാരും ഒരു നല്ല ജീവിതം ജീവിക്കാനൊന്നും പോകുന്നില്ല. ഇതിൻ്റെ ഏറ്റവും അവസാനം ആ ബ്രിഡ്ജിൻ്റെ താഴെ എങ്ങാനും അവർ ചത്തു മരിച്ചു വീഴും. ഇപ്പം ഞാനിവരെ കൊന്ന് ഇവരുടെ ഓർഗൻസ് മറിച്ച് വിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും ഇവരെ കൊണ്ട്. ആൻഡ് ഈ ചേരി പ്രദേശത്ത് കുറേ കുട്ടികൾ ഇനിയും ഉണ്ടാകാൻ വേണ്ടി ഇരിപ്പുണ്ട്. അതിൽ നിന്ന് 10-20 എണ്ണത്തെ ഞാൻ കൊന്നെന്നും കരുതി ഇവിടുത്തെ എണ്ണം കുറയാനൊന്നും പോകുന്നില്ല. ഈ വൃത്തികളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവർക്കൊരു മുക്തിയാണ് കൊടുത്തിരിക്കുന്നത്. പാണ്ഡ്യയുടെ സീനിയർ ചോദിക്കുന്നു, നീ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബസ്സിക്ക് അറിയാവുന്നതാണോ? പ്രേം പറയുന്നു, അതെന്ത് ചോദ്യമാണ്? വേറൊരു ചോദ്യം ചോദിക്കുക, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് കട്ടായിട്ട് ഛോട്ടാലാലിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ ഗുണ്ടകളെ നമുക്ക് കാണാം. അവർ ഛോട്ടാലാലിനെ കൊണ്ട് പോകുന്നു. അയാളെ കൊന്ന് അയാളുടെ ബോഡി കട്ട് ചെയ്തിട്ട് കത്തിച്ച് കളയുന്നു. ഈ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് ബസ്സിയായിരുന്നു. പാണ്ഡ്യ പ്രേമിനെ ലോക്കപ്പിനുള്ളിലാക്കുന്നു. പ്രേം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവന് കോൺബനേക്ക കരോർ പ്രതിയുടെ ഷോ കാണണം, അവനെ തുറന്നു വിടാൻ. ഇതേസമയം പോലീസ് സ്റ്റേഷനിലും ഈ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ലോക്കപ്പിലിരുന്ന് അവൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ളിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റ് ഒരു ലേഡിയായിരുന്നു. അവർ ജയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ഒരുപാട് ഹാപ്പി ആയിട്ട് കൈയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രേമിനെ നമുക്ക് കാണാം. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് പിന്നെ ഒരു സീൻ കാണാം. ചുംകിയുടെ ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പ്രേം കാണിച്ചു കൊടുക്കുന്നു. ആ സ്ഥലം കുഴിച്ചിട്ട് ബോഡി പാർട്സ് കിട്ടുന്നു. എന്നാൽ പ്രേം ആ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ എന്തോ നിധി കാണിച്ചു കൊടുക്കുന്ന പോലെയായിരുന്നു. പിന്നീട് പുറകെ പ്രേം കാണിച്ചു കൊടുത്ത ഓരോ സ്ഥലവും അവർ കുഴിക്കുന്നു. ചേരി പ്രദേശങ്ങളിലുള്ള പല ഭാഗത്തു നിന്നും ഒരുപാട് ബോഡി പാർട്സ് അവർക്ക് കിട്ടുന്നു. പ്രേമിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എല്ലാം കണ്ടിട്ട് പാണ്ഡ്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പാണ്ഡ്യ പ്രേമിനെ തല്ലി ചതയ്ക്കുന്നുണ്ടെങ്കിലും അവൻ ചെയ്തത് എന്താണെന്ന് അവന് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. ബസ്സിയെ എന്തായാലും കസ്റ്റഡിയിലെടുക്കുന്നു. മരിച്ചുപോയ കുട്ടികളുടെ പേരൻസ് എല്ലാവരും ചേർന്ന് ആ ഫാം ഹൗസ് നശിപ്പിക്കുന്നു. ബസ്സിയുടെ പൊളിറ്റിക്കൽ സപ്പോർട്ട് വളരെയധികമായിരുന്നു. അയാളെ വെളിയിലാക്കാൻ വേണ്ടി പോലീസും മിനിസ്റ്റേഴ്സും എല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പാണ്ഡ്യയെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു. ഈ കേസ് മുഴുവനും IBM ടീമിന് കൈമാറുന്നു. IBM ടീമിൻ്റെ ഹെഡ് ജവഹർ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളാണെങ്കിൽ ബസ്സിയുടെ ഫ്രണ്ടാണ്. ജവഹർ മീഡിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു ആൻഡ് എല്ലാ കുറ്റവും പ്രേമിൻ്റെ തലയിലിടുന്നു. ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന പാണ്ഡ്യ ആണെങ്കിൽ അയാളുടെ സീനിയറെ വിളിച്ചിട്ട് പ്രേമിനെ ഒരു പ്രാവശ്യം അയാൾക്ക് കാണണം എന്ന് ആവശ്യപ്പെടുന്നു. പാണ്ഡ്യ പ്രേമിനോട് പറയുന്നു, ഓർഗൻസ് എല്ലാം വിറ്റിട്ട് നീ വീട്ടിലെത്തിക്കാൻ പോകുന്ന പൈസ നിന്റെ വീട്ടിലെത്തുന്നില്ലായിരുന്നു. അത് നീ കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത് ഛോട്ടാലാലിൻ്റെ കയ്യിലല്ലായിരുന്നോ? അയാൾ ഒരിക്കലും ആ പൈസ നിന്റെ വീട്ടിലെത്തിച്ചിട്ടില്ല. നീ ഈ കേസിൽ ട്രാപ്പിലായി കഴിഞ്ഞു. നിന്റെ പാപ്പാജി ഉണ്ടല്ലോ ബസ്സി, അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പ്രേം റിപ്ലൈ ചെയ്യുന്നു, ഇല്ല, പാപ്പാജി എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും. നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞു ഇതിൻ്റെ എല്ലാം കാരണം ബസ്സിയാണെന്ന്. അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബസ്സിക്ക് അറിയാവുന്നതെങ്കിലും. പ്രേം പാണ്ഡ്യയോട് പറയുന്നു, ബസ്സി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു DVD അവൻ്റെ കൈവശമുണ്ട്. പക്ഷേ ആ DVD ഇപ്പോൾ ഇരിക്കുന്നത് ഗ്രാമത്തിൽ താമസിക്കുന്ന അവൻ്റെ ഭാര്യയുടെ കയ്യിലാണ്. അത് അവിടുന്ന് പോയി കളക്ട് ചെയ്യണം.
അടുത്ത സീനിൽ ആ DVD വാങ്ങാൻ വേണ്ടി പ്രേമിൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന പാണ്ഡ്യയെ നമുക്ക് കാണാം. പാണ്ഡ്യ ബസ് കയറി പോകുന്ന സമയത്ത് അവൻ്റെ ജൂനിയർ അവിടേക്ക് വന്നിട്ട് അയാളോട് പറയുന്നു, നിങ്ങൾ ഇതിലേക്ക് വീണ്ടും ഇൻവോൾവ് ആകരുത്, പോകുന്ന പോലെ തന്നെ തിരിച്ചു വന്നേക്കണം സാറേ. പ്രേമിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന DVD പാണ്ഡ്യയെ പ്ലേ ചെയ്ത് നോക്കുന്നു. അതിൽ ബസ്സിയും പ്രേമും കൂടി ചെയ്ത എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആണ്. ആ DVD വാങ്ങി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പാണ്ഡ്യയ്ക്ക് ബസ് കിട്ടുന്നില്ല. ഒരു കാറിന് അയാൾ ലിഫ്റ്റ് ചോദിക്കുന്നു. ആ കാറിനുള്ളിൽ ബസ്സി പറഞ്ഞയച്ച ഗുണ്ടകളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പാണ്ഡ്യയെ അവിടെ വെച്ച് കൊന്നു കളയുന്നു. ആൻഡ് ആ DVD നശിപ്പിച്ചും കളയുന്നു. അവിടുന്ന് കട്ടായിട്ട് 6 മാസത്തിന് ശേഷമുള്ള TV ന്യൂസ് റിപ്പോർട്ട് നമുക്ക് കാണാം. ബസ്സിയെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയക്കുന്നു. പ്രേം കുറ്റക്കാരനാണെന്നും പറഞ്ഞ് അവന് വധശിക്ഷ വിധിക്കുന്നു. അടുത്ത സീനിൽ പ്രമോഷനായിട്ടിരിക്കുന്ന പാണ്ഡ്യയുടെ ജൂനിയറെ നമുക്ക് കാണാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു, പാണ്ഡ്യ DVD കളക്ട് ചെയ്യാൻ വേണ്ടി പ്രേമിൻ്റെ ഗ്രാമത്തിലേക്ക് പോയ കാര്യം ലീക്കാക്കി ബസ്സിയുടെ അടുത്ത് എത്തിച്ചത് മറ്റാരുമല്ല, അയാളുടെ ഈ ജൂനിയർ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അയാൾക്ക് ഈ പ്രമോഷൻ കിട്ടിയത്. പോലീസ് സ്റ്റേഷന് നോട്ടീസ് ബോർഡിൽ മിസ്സിംഗ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ കൂടെ ഇപ്പം പാണ്ഡ്യയുടെ മിസ്സിംഗ് റിപ്പോർട്ടും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പാണ്ഡ്യയുടെ ഡെഡ് ബോഡി പോലും ഇപ്പം കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് കട്ടായിട്ട് പാണ്ഡ്യയുടെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റൊരു ജൂനിയർ കോൺസ്റ്റബിളിനെ നമുക്ക് കാണാം. അയാൾ പാണ്ഡ്യയുടെ മരണത്തോട് ഒരുപാട് സിമ്പതൈസ്ഡ് ആയിരുന്നു. പാണ്ഡ്യയെ കൊന്നെന്ന് കരുതപ്പെടുന്ന 3 പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ട് സ്മൈൽ ചെയ്യുന്ന കോൺസ്റ്റബിളിനെ നമുക്ക് കാണാം. അയാൾ വീടിന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും അയാൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ പ്രേം പറഞ്ഞിരുന്ന അതേ DVD ആണ് ഉണ്ടായിരുന്നത്. ആ DVDക്ക് മേൽ എഴുതിയിട്ടുണ്ടായിരുന്നു, സത്യം എന്തായാലും വെളിയിൽ വരണം. അതിൻ്റെ അർത്ഥം സത്യം വെളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റാരോ ഇതിന് ബാക്കിലിരുന്ന് കളിക്കുന്നുണ്ട്. ഈ DVD കാരണം ബസ്സിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ കൊണ്ട് ഈ മൂവി എൻഡ് ആകുന്നു. ഈ മൂവി ഒരു സാങ്കല്പിക മൂവിയല്ല. 2006 ഉത്തർപ്രദേശിൽ വെച്ച നിധാർ കില്ലിംഗ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തെടുത്ത മൂവിയാണ്. ഈ മൂവിയിൽ വിക്രാന്ത് മാസിയുടെ ആക്ടിങ്ങിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നാച്ചുറലിയാണ് പ്രേം എന്ന് പറയുന്ന സൈക്കോ ക്യാരക്ടറിനെ വിക്രാന്ത് പോർട്രേ ചെയ്തിരിക്കുന്നത്. സൈക്കോ സീരീസിൽ നടന്ന കൊലപാതകങ്ങളെല്ലാം നിധാരി കില്ലിങ്സ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. എനിഹൗ ഹിയർ വി ആർ വൈൻഡിങ് അപ്പ്. ഇതൊരു നല്ല മൂവിയാണ്, പറ്റുന്നവരൊക്കെ പോയി കാണുക. സ്റ്റേ ട്യൂൺ വിത്ത് മീ. ടിൽ ദെൻ വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.